Re, darbasa ko, no? Chechi, padaltor ko. Chechi. Aray, darbasa ko, no? Darbasa ko, no? Chechi. Padaltor ko. Chechi. Darbasa ko, no? Aray, darbasa ko, no? Chechi, padaltor ko. Chechi. भाई इधर में कोई नहीं है, चलेगा उड़ा काम। चलो चलो आप जाओ। വസു 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 ആരാ? രവിചേട്ടനാ? വസു എന്താ രവിയേട്ട ഈ സമയത്ത്? മോളെ വാതിലൊന്ന് തുറന്നേ. വസു രവിയേട്ട എന്തേ കാര്യം? നീ ആ വാതിലൊന്ന് തുറന്നേ. കാര്യം പറ രവിയേട്ടാ. നീ ആ വാതിലൊന്ന് തുറക്കടി. വസു പാറ ഉറങ്ങിയ? മോൾ ഇറങ്ങി. മോള് കേൾക്കണ്ട. നീ ഞാൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടും വേണ്ട. ഞാനേ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാടി നിന്നെ. പറഞ്ഞു വരുമ്പോൾ അനുജത്തിയുടെ സ്ഥാനം നിനക്ക്. പക്ഷെ ഞാൻ വല്ലാണ്ട് മോഹിച്ചു പോയടേ. നീ ആ വാതിലൊന്ന് തുറന്നേ. വസുവോ ഡേ ഡേ നീ ആ വാതിലൊന്ന് തുറക്ക്. രവിയേട്ട ഇത് ഞാനാ രവിയേട്ട, വസുമതിയാ. രവിയേട്ടൻ ആള് തെറ്റിയോ? ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല ആള് തെറ്റാനായിട്ട്. നീ ആ വാതിലൊന്ന് തുറന്നേ. നീ വാതിൽ തുറന്നിട്ട വസുമതി. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ചാമ്പിട്ടി ഞാൻ പൊളിക്കുക ഞാൻ വാതില്. അമ്മ എന്നോട് സംസാരിച്ചേ. അമ്മ ഫീസിന്റെ കാര്യം എന്തായമ്മ? അമ്മ വരാന്ന് പറയും മോളെ. എത്ര മാസമായിന്ന് അറിയാം അമ്മക്ക്? മോൾ ഇപ്പൊ ചെല്ലും, അമ്മ വരാം. അടേ നിന്റെ മുഖത്ത് ഭയങ്കര ഗൗരവം. നിന്റെ പൈസ ഞാൻ കടം വാങ്ങിച്ച പോലെയുള്ള 4 മാസമായി നിന്റെ ഭർത്താവ് മരിച്ചിട്ട്. ഇനി എനിക്ക് എന്റെ കാശ് വേണം. നീ ഇവിടെ മോങ്ങൊന്നും വേണ്ട. കാശിന് വേണം. നീ എന്റെ കാശിന് കടിയേ
മണിയണ്ണ ഇങ്ങനെ വന്ന് കാശ് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? നിന്റെ കെട്ടിയോമായ ക്യാഷാ. നിന്നോടല്ലാണ്ട് ഞാൻ പിന്നെ വേറെ ആരോടെ ക്യാഷ് ചോദിക്കുക? വീടിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല മണിയേട്ടാ, ഞാൻ എന്താ ചെയ്യാ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് നീ തയ്യാറായ കുറച്ചൊക്കെ വിട്ടുവെച്ചെങ്കിൽ ഞാനും തയ്യാറാവും. ഞാനത്ര മനസ്സാക്ഷില്ലാത്ത ആളൊന്നുമല്ലേ. എൻ്റെ കൂടെ ഒന്ന് കിടന്നു കരുതി നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ. മറ്റൊന്ന് ഞായറാഴ്ച, തിങ്കളാഴ്ച നിന്റെ മോള് പോകുമ്പോൾ ഞാനങ്ങോട്ട് വരും രാവിലെ തന്നെ. നിനക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാം. നീ കുറച്ച് തണുത്ത വെള്ളം കരുതി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച രാവിലെ കാണാം. ലക്ഷ്മി, ഇന്നും അവള് കരച്ചിൽ തന്നെയാണ് കേട്ടോ. നിന്റെ കരച്ചിൽ കാണാതെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല അല്ലേ വസുവോ? എന്താ റെഡി വന്നത്? ആര് വന്നാലും എന്താ പറയുമ്പോ എല്ലാരും കാശിന് വരുന്നത്. പക്ഷെ അവർക്കൊക്കെ എന്നെ കിട്ടിയാ മതി. എന്റെ ശരീരം കിട്ടിയ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. കാശ് വാങ്ങിയവൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ വസുവോ, നീ വാങ്ങിയ കാശൊന്നല്ലല്ലത്. പണം വാങ്ങിയതിനാണെങ്കിൽ മണ്ണിന്റെ അടിയിലായി. വിഷം വാങ്ങിക്കാൻ പോലും നിന്റെ കയ്യിൽ കാശില്ല. പിന്നെ നീ ഇത് എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? ഒരാളോടും കൊടുക്കാന്ന് നീ വാക്ക് പറയരുതിട്ട് വസുവോ, അത് ഞാൻ പറഞ്ഞേക്കാം. അതൊക്കെ പറയാൻ എളുപ്പമാണ് ലച്ചു. അതൊക്കെ അനുഭവിക്കുന്നവർക്കല്ലേ അറിയൂ അതിന്റെ വിഷമം. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ലോകത്ത് ഒരു ആൺതുണി ഇല്ലാതെ ഒറ്റയ്ക്കൊരു പെണ്ണിന് ജീവിക്കാൻ പറ്റില്ല സൗമ്യ. ആര് പറഞ്ഞത്? പൊട്ടത്തരം പറയല്ലേ നീ. ഒരു പെണ്ണിന് ജീവിക്കാൻ ഒരു ആൺതുണയുടെ ഒരു ആവശ്യമില്ല. നിന്റെ കഥ നോക്കുമ്പോ അത് ശരിയാ. എന്റെ കഥ അത് നീ വിട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നിലനിൽപ്പ് വളരെ പ്രധാന. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാനമൊക്കെ ഉണ്ടായാല് ഏത് പെണ്ണിനും ഒരു ധൈര്യം വരും. അതാണ് നീ ആദ്യം നോക്കേണ്ടത്. ഞാൻ ഇതൊരു ജോലിക്കൊന്നും പോയിട്ടില്ല. പോയിട്ടില്ലെന്നല്ല, നിന്നെ അവൻ പറഞ്ഞു വെച്ചിട്ടില്ല, അതാ കാര്യം. ഇപ്പൊ അവനില്ലല്ലോ. നമുക്ക് നമ്മുടെ നരേന്ദ്രേട്ടനോട് ചോദിച്ചാലോ? എന്നാ ഞാൻ വരട്ടെ? ഏയ് നീ അങ്ങ് തിരക്കൂട്ടല്ലേ, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ആ വരൂ ലക്ഷ്മി. ഓ സുമതിയിലെ ആ അതെ സർ. ഏതുവരെ പഠിച്ചത്? ബികോം കംപ്ലീറ്റ് ചെയ്തു സർ. ഓക്കെ. ഒരു മകള് അല്ലേ? അതെ സർ. ലക്ഷ്മി പറഞ്ഞിരുന്നു. വസുമതി എന്നല്ലേ പറഞ്ഞേ? വസുമതി ഇന്ന് തന്നെ ജോയിൻ ചെയ്തോട്ടെ. നമുക്ക് ബില്ലിംഗ് സെക്ഷനിൽ എടുത്ത ആളെ അല്ലേ ലക്ഷ്മി? ശരി, ഓക്കെ. ചെല്ലു. ഇതിൽ എമൗണ്ട് എഴുതിയിട്ട് സീൽ വെക്കണം ലക്ഷ്മി. സീൽ വെക്കണം. സീൽ വെക്കാണ്ട് ഒരു ബില്ലും കൊടുക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ അവന് പണി കൊടുത്ത്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു അല്ലേ? ആ എത്രയാ മാഡം? 9500 എമൗണ്ട് അവിടെ അടച്ചോ കേട്ടോ. ഇനി ബാലൻസ് എത്ര അടയ്ക്കാണ്ട്? 6900. ശനിയാഴ്ച അടയ്ക്കണം കേട്ടോ. ഓക്കെ. മസുവിന്റെ ശമ്പളം കിട്ടിയോ? അതിന്റെ വൗച്ചർ എഴുതി കണ്ടില്ലല്ലോ. ആദ്യത്തെ ശമ്പളല്ലേ, അത് മാനേജർ ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സാർ വസുമതി വന്നിട്ടുണ്ട്, ശമ്പളം കൊടുക്കാൻ. വരാൻ പറ. ജോലിയൊക്കെ സുഖല്ലേ? കരയണ്ട, നല്ലതേ വരൂ. എന്തിനാ കരയില്ലേ? സന്തോഷായിട്ട് കരയില്ല. വസ്തു ഇപ്പൊ നല്ല ഉഷാറായില്ലേ ലച്ചു? അവള് ഇനി ഉഷാറാവും. ജോലി കിട്ടിയാലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ലക്ഷ്മി. പറയണ്ട, ഇപ്പൊ നീ പറയണ്ട. ഇനി നിനക്ക് ഇവിടെയും സ്വൈര്യം കിട്ടില്ല. ഇപ്പൊ ഏറ്റവും വലിയ സൗര്യക്കേടാ വാടകക്കാരനാ ചെറിയാനാണെങ്കിൽ അയാൾ ഒരു ചൊറിയാനാ. ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോ അയാൾ അവിടെ. ഒന്നും പറയണ്ട, എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. എന്താ മോളെ, എന്നാ വീട്ടിൽ കയറാൻ നിക്കുന്നേ? അമ്മ എന്താ എത്ര വൈകിയ? ചൊറിയാൻ വന്നിട്ട്. മോള് വാ. നിനക്ക് വാടക തരാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇങ്ങനെ ആണിഞ്ഞൊരു കിടക്കാൻ നിനക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. മോളകത്തേക്ക് പൊക്കും. ഞാൻ അപ്പുറത്തെ ഷോപ്പ് വരെ പോയതാ. ഷോപ്പിങ്ങിനാന്ന് പറ. ചമഞ്ഞൊരുങ്ങി നടക്കാൻ നിന്റെ ഗ്യാസ് ഉണ്ട്. എന്റെ വാടക തരാൻ ബുദ്ധിമുട്ടില്ലേ? ഏപ്രിൽ മെയ് ജൂൺ 3 മാസം 2 മാസത്തെ വാടക ഞാനിപ്പോ തരാം. ബാക്കി അടുത്ത മാസം. ഓ അത് മതി.
നീ ഇനി വാടക തന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നോടും സഹകരിച്ചാൽ മതി, വാടകയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചൂലേ ഇറങ്ങണ നായന മോനെ എന്റെ വീട്ടിൽ നിന്ന്. നീ ആട്ടിയുള്ളൂ, ചേക്ക് തിരിച്ചു മോളിക്കണ്ടടി. പാറുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരാറായില്ലടി. എന്തിപ്പം പുതിയ തരം വിളിയൊക്കെ എടി പൊടിന്നൊക്കെ? അല്ല അത് ഞാൻ നീ അങ്ങനൊന്നും അല്ലല്ലോ എന്നെ വിളിക്കാറ്. അങ്ങനെ വിളിക്കുമ്പോ എനിക്കെന്തോ ഒരു സുഖം പോലെ. എന്ത് സുഖം നിനക്ക്? ഗിരിയേട്ടൻ മരിക്കുന്നവരെ നീ എന്നെ ചേച്ചിന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ? ഇപ്പൊ ഗിരിയേട്ടനില്ലല്ലോ. ഇല്ലെന്ന് വെച്ചിട്ട് ഇല്ലെങ്കിൽ എങ്ങനെ വിളിക്കണ്ടാണോ? എന്റെ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയുന്ന എന്നിട്ട് ചോദിക്കുക. ഗിരിയേട്ടൻ ഉള്ള സമയത്ത് നിന്നെ ഒരു അനിയനെ പോലെ കൊണ്ടുനടന്നല്ലേ? എനിക്കും അങ്ങനെ അല്ലായിരുന്നോ? പിന്നെ ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം? മാറ്റം എനിക്കല്ല, പിന്നെ എനിക്കാ? ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്ക് ചേച്ചി ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ പോവില്ല, എനിക്ക് ചേച്ചി ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് ചേച്ചി ഇല്ലാണ്ട് പറ്റില്ല. അമ്മ ഞങ്ങളെ തിരിച്ചറിയുമോ? എന്താ നോക്കുന്നേ? ഇനി ഒരു നിമിഷം കൊല്ല ഞാൻ വീട്ടിൽ നിന്ന്. നീ നിനക്കാട്ട് എന്താ വേണോ? വേണടി കേൾപ്പണിയത്. എന്തിനാടി കരയുന്നേ? എന്തിനാ കരയുന്നേ? നമുക്ക് വിഷമായോ? ഇല്ല, പിന്നെന്തിനാ കരയുന്നേ? ഞാൻ വരുമ്പോ എന്തുണ്ടത്? കാര്യം പറ. നാളെ നീ എപ്പഴാ വരാം? ഞാൻ ഈ നേരത്തെ. എടി പാർവതി, നിന്നെ കുറെ നാളെയല്ലേ വീഡിയോ ചെയ്യാൻ വിളിക്കണേ, ഇപ്പഴാ എന്നെ കയ്യിൽ കിട്ടിയ. ഞാനൊന്നുമില്ല, ഞാൻ പോവാ. എന്നാലും എന്താ ഏട്ടാ, ഞാനൊന്നുമില്ല പറഞ്ഞില്ലേ? വാടാ. പോവല്ലേ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? വീഡിയോ ചെയ്തിട്ട് പോകണോ? നിക്കടെ അവിടെ. അടിപൊളി കൊടി കൈ മോളെ. പെൺകുട്ടികളായ എങ്ങനെ വേണം? സ്കൂളിലെ കരോട്ട പരിശീലനം ഗുണം ചെയ്ത് എന്റെ മോള് മിടിക്കുക. പിന്നെ അമ്മയും മിടിക്കാണല്ലോ. ആണോ? അമ്മ മിടിക്കുകയാണോ? പിന്നല്ലാതെ.